ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും പിറവിയെടുത്ത അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ എന്ന അമ്മയുടെ തിരുനാമത്തിൽ എന്തുകൊണ്ടാണ് ഭഗവാന്റെ നാമവും കൂടെ ചേർത്ത് ജപിക്കുന്നത്? ഈ മന്ത്രത്തിന്റെ മഹത്വവും സങ്കല്പവും എന്താണെന്ന് ക്ഷേത്രം താന്ത്രിക കുടുംബാംഗമായ ശ്രീ പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് 100 Days 100 Stories of ചോറ്റാനിക്കര അമ്മ എപ്പിസോഡ് 10 ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോറ്റാനിക്കരയിൽ ഭഗവതി സ്വയംഭൂവായിട്ടാണ് വിരാജിക്കുന്നത്. രുദ്രാക്ഷശിലയിലാണ് ആ ഭഗവതി അവിടെ വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ പന്തീരടി പൂജയ്ക്ക് ശേഷം തൊഴാൻ വരുമ്പോൾ ആ ഗോളകയൊക്കെ ചാർത്തി സർവാഭരണ വിഭൂഷിതയായി തിരുവാഭരണങ്ങളുമൊക്കെ ചാർത്തിയിട്ടുള്ളതായ ഒരു രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ യഥാർത്ഥ വിഗ്രഹം കാണണമെങ്കിൽ നിർമാല്യ സമയത്ത് ദർശനത്തിന് ചെല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ അഭിഷേക സമയത്ത് ദർശനത്തിന് ചെല്ലുമ്പോഴാണ് ആ വിഗ്രഹം പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുക. ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ആ ഭഗവതിയുടെ വിഗ്രഹം യഥാർത്ഥ വിഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മന്ത്രങ്ങൾക്ക് മുൻപ് ഉള്ള ചരിത്രമാണ് കണ്ണപ്പൻ്റെ കഥ ഒക്കെ നമുക്കറിയാം. മകളുടെ വളർത്ത് മൃഗമായിരുന്ന ഒരു പൈക്കുട്ടിയുടെ കഥയൊക്കെ അറിയാം. ആ പൈക്കുട്ടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭഗവതിയായി മാറിയിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ആ കഥ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ പൈക്കുട്ടിയാണോ എന്ന് തോന്നുമാറ് ഉള്ളതായ ഒരു വിഗ്രഹമാണ് സ്വയംഭൂവായിട്ടുള്ള ആ രുദ്രാക്ഷശിലയിലുള്ള വിഗ്രഹം. വിഗ്രഹത്തിൻ്റെ വലത്തുഭാഗത്തായിട്ട് നമ്മൾ ആ നിർമാല്യ ദർശനത്തിൻ്റെ സമയത്തോ അഭിഷേകത്തിൻ്റെ സമയത്തോ ഒക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ദേവിയുടെ വലത്തുഭാഗത്തായിട്ട് അഞ്ജനശിലയിൽ നാരായണൻ്റെ വിഗ്രഹവും കാണാനായിട്ട് സാധിക്കും. ഇത് കേവലം സങ്കല്പം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ ഒപ്പം തന്നെ നാരായണൻ്റെ നാമം കൂടെ ജപിക്കുന്നത് കേവലം സങ്കല്പം മാത്രമല്ല. ചോറ്റാനിക്കരയിൽ ഉഷപ്പൂജ മുതൽ അത്താഴപ്പൂജ വരെയുള്ള എല്ലാ പൂജയിലും ആദ്യമായിട്ട് നാരായണന് നിവേദിച്ചതിന് ശേഷം മാത്രമേ ഭഗവതിക്ക് നിവേദിക്കുകയുള്ളൂ. ആ ലക്ഷ്മീ നാരായണ മൂർത്തി എന്നുള്ള സങ്കല്പം ഏകീഭൂതം വപുരവധുവ പുണ്ടരീകാക്ഷ ലക്ഷ്മിയോ എന്നാണ് ആ ധ്യാനത്തിൽ, ലക്ഷ്മി നാരായണത്തിൻ്റെ ധ്യാനത്തിൽ പറയുന്നത്. പുണ്ടരീകനും ലക്ഷ്മിയും പരസ്പരം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഒന്നായിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ ഭഗവതിയുടെ വലത്തുഭാഗത്തായിട്ട് അഞ്ജനശിലയിൽ നാരായണൻ്റെ വിഗ്രഹവും ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ചോറ്റാനിക്കരയുടെ വിശേഷമാണ്. ഏതൊരു നമ്മൾ പൂജയാണെങ്കിലും ആദ്യമായിട്ട് നാരായണന് നിവേദിച്ചതിന് ശേഷം മാത്രമാണ് ദേവിക്ക് നിവേദിക്കുന്നത്. അത് ആരാണോ ആരാണോ ആ പൂജ ഭഗവതിക്ക് ചെയ്യുന്നത് ആ ആചാര്യൻ തന്നെ നാരായണന് നിവേദിച്ചതിന് ശേഷം മാത്രമേ ഭഗവതിക്ക് നിവേദിക്കുകയുള്ളൂ. ഇതാണ് ലക്ഷ്മി നാരായണ മൂർത്തി എന്ന സങ്കല്പം. അമ്മയുടെ നാമം കൂടെ ജപിക്കുമ്പോൾ നാരായണൻ്റെ നാമം കൂടെ ജപിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അവിടെ ലക്ഷ്മി നാരായണ മൂർത്തിയായിട്ടാണ് അവിടെ വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്.